അപ്പോൾ ബന്ദികളെ വിട്ടയക്കുന്ന പ്രശ്നം തന്നെ ഇപ്പോൾ ഒരു വൈതരണിയിലാണ്. 7 പേരെ വിട്ടയക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 13 പേരെ എങ്ങനെ വിട്ടയക്കും? അതൊന്നും ഇപ്പോൾ ക്ലിയർ ആയിട്ടില്ല. അതുപോലെ തന്നെ 2000-ഓളം പേരെ ഇസ്രായേലിന് വിട്ടയക്കേണ്ടതുണ്ട്. അതിൽ 1700 പേര് സാധാ ബന്ദികളും യുദ്ധ തടവുകാരും ഒക്കെയാണ്. പക്ഷേ 250-ഓളം പേര് അതിതീവ്ര ക്രിമിനലുകളാണ്. ഹമാസിന്റെ പ്രസ്താവന ഉണ്ടല്ലോ, ഞങ്ങൾ അധികാരത്തിൽ ഇടപെടില്ല, അവിടെ ഒരു സംഘടനയായി പ്രവർത്തിക്കും, ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഞങ്ങൾ ഇടപെടുമെന്നാണ് ഹമാസ് പറയുന്നത്. അത്തരത്തിലല്ല അവരിപ്പോൾ പെരുമാറുന്നത്. ഹമാസ് പിന്നെ ഇസ്രായേല് ഏതാണ്ട് ഗാസയിൽ നിന്ന് പിന്മാറി ഒരു 50% വരുന്ന ഭാഗത്തേക്ക് അവർ ഒതുങ്ങി. 53% അവർക്ക് പറഞ്ഞത്. അതിലൊരു 50%ത്തേക്ക് അവരൊതുങ്ങി മാറിക്കഴിഞ്ഞപ്പോൾ മാളത്തിലിരുന്ന മുഴുവൻ ഹമാസ് ഗുണ്ടകളും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആ മാളങ്ങൾ തകർക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ആ മാളങ്ങൾ തകർക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇസ്രായേലിനറിയാം. കാരണം ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ പോലൊരു രാഷ്ട്രവുമായിട്ട് 5 മിനിറ്റ് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഹമാസിനില്ല. പക്ഷെ അവരെന്തുകൊണ്ട് പിടിച്ചു നിന്നു? അവർക്ക് നിർണായകമായ ജനസാന്ദ്രമായ കേന്ദ്രങ്ങളിൽ, ആശുപത്രിക്ക് താഴെ, സ്കൂളുകൾക്ക് താഴെ, മോസ്കുകൾക്ക് താഴെയൊക്കെ അവർ ഈ തുരങ്കങ്ങൾ ഭംഗിയായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കി.